പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. കർത്താവ് പല വ്യക്തികളെയും നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്നു. ഈ ആഴ്ചയിലെ ഹല്ലേലിയ ജോയി എന്നറിയപ്പെടുന്ന ഒരു സഹോദരനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്നാം തരം ജോലി, സൗദി അറേബ്യയിലുണ്ടായിരുന്ന മനുഷ്യൻ. ആ ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും കർത്താവിന്റെ വിളി ശ്രവിക്കുവാൻ സാധിക്കുക മാത്രമല്ല, അതിന് പ്രത്യുത്തരം കൊടുക്കുവാനുള്ള ഒരു കൃപ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അത് അനേക നിരാലംബരായ രോഗികൾക്ക് ആശ്രയമായും അതിനേക്കാൾ ഉപരിയായി രോഗസൗഖ്യം കിട്ടിയതിനു ശേഷം അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കത്തക്ക രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളായും മാറി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുദിന ജീവിതത്തിലെ ദൈവപരിപാലനയുടെ വലിയ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. നേരിൽ അദ്ദേഹത്തെ കണ്ട് ഇത് അനുഭവിക്കുന്നതിനും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വഴി നമുക്ക് അതിൽ നിന്നും അനേകം പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ഇടയാകട്ടെ. അതിനായി നമുക്ക് തൃശൂർ ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ദൈവവചനം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഇന്ന് നാം നിത്യജീവന്റെ പാതയിൽ കടന്നു ചെല്ലുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അകത്തളങ്ങളിൽ ഹൃദയത്തിലേറ്റുവാങ്ങിയ സുവിശേഷത്തിന്റെ സന്തോഷം സ്നേഹമായി ഇവർ പങ്കുവയ്ക്കുന്നു. ഇത് തൃശൂരുള്ള ഹല്ലേലൂയ ജോയിയും ഭാര്യ പുഷ്പ ജോയിയും. യുവത്വത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങിയ ക്രിസ്തുദർശനം അഗതികൾക്കും അനാഥർക്കുമായി പങ്കുവയ്ക്കുന്ന ജീവിതങ്ങൾ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുവാനും ഇവർ ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നു. ആകാശപ്പറവയിലെ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനിൽ നിന്നുള്ള ശുശ്രൂഷാ ദർശനങ്ങളും തിരുസഭയുടെ സ്നേഹവും ഈ ശുശ്രൂഷകനും കുടുംബത്തിനും മാർഗദീപമാകുന്നു. ദിവസവും രാവിലെ മെഡിക്കൽ കോളേജിലെത്തുകയും അവശരായ രോഗികളെ കുളിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുക വഴി സാഹോദര്യ സ്നേഹത്തിന്റെ പുതിയ മഴവില്ലുകൾ ഇവർ ഇവിടെ തീർക്കുന്നു. ഇന്ന് ഹല്ലേലൂയ ജോയ് എന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹത്തെയാണ് കർത്താവ് ഷാലോം ടിവിയിലെ നിത്യജീവന്റെ പാതയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണുന്ന ഈ ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് ഇടയായ സംഭവവും അതിനെന്താണ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഗൾഫിലായിരുന്നു. 89 ഗൾഫിലായിരുന്നു. ഞാൻ ലീവിന് വന്ന് 91 ലീവിന് വന്നു. 91 ലീവിന് വന്നിട്ട് ഒരു ധ്യാനം കൂടാനായിട്ട് വന്നു. ആഗസ്റ്റിൻ പള്ളിക്കുന്നച്ചന്റെ ആ ധ്യാനത്തിൽ കൂടെ ഒത്തിരി അസ്വസ്ഥതയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഉള്ളിലിരുന്ന് ഒരു വ്യക്തി പറയുന്ന പോലെ വചനം ജീവനുള്ളതാണ്, വചനം ജീവിക്കണം, വചനം ജീവനുള്ളതാണ്, വചനം ജീവിക്കണം. ആദ്യമായിട്ട് ഞാൻ കാര്യം കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നത്. ആ അസ്വസ്ഥമായിട്ട് ഞാൻ ഗൾഫിലോട്ട് പോയി. പിന്നെ തിരിച്ച് 93 ലീവിന് വന്നു. പിന്നെ ഞാൻ ജോർജ് കളത്തിലച്ചന്റെ ഒരു ധ്യാനം തളിപ്പറമ്പയിൽ കൂടി. അന്നും അസ്വസ്ഥയെ വിട്ടു പോയില്ല. ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് പോയി. 95 ഞാൻ ലീവിന് വന്നപ്പോൾ ജോർജ് കുറ്റിയിലച്ചന്റെ ആകാശപ്പറകളുടെ കൂട്ടുകാരെന്ന് പറയുന്ന ജോർജ് കുറ്റിയിലച്ചന്റെ ഒരു ധ്യാനം കൂടാനായിട്ട് അഞ്ചേരിച്ചിറയുള്ള ഇടിവാറുവിന്റെ ഹാളിൽ ധ്യാനം കൂടി. ധ്യാനം ഇങ്ങനെ ഇപ്രകാരമായിരുന്നു. അനേക ഭിക്ഷാടകരെ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ മുടിവെട്ടി ഷേവ് ചെയ്ത് കുളിപ്പിച്ച് നമ്മളിൽ ഒരുവനാക്കിക്കൊണ്ട്. അപ്പൊ അച്ഛന്റെ ആ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ് ധ്യാനമൊക്കെ. അങ്ങനെ നമ്മളെ അവിടെ ഇവരെ ഒരു 10-40 ഭിക്ഷാടകർ മക്കളെ വഴിയിൽ നിന്ന് കിട്ടി. അവര് തിരിച്ചു കൊണ്ടുവന്നു അവരോടൊപ്പം ധ്യാനിച്ചു. ആ ധ്യാനത്തിൽ കൂടെ 2ാമത്തെ ദിവസമാണ് അച്ഛന്റെ ഒരു വാക്ക് ഇങ്ങനെ: മക്കളെ, നമുക്ക് എന്തെല്ലാം ഈ ലോകത്തില് കെട്ടിപ്പടുത്ത് ഉയർത്തുന്ന ജനങ്ങള്, എന്നാൽ നമുക്ക് എന്തെല്ലാം ഇല്ലാതെ ഈശോയെ പ്രതി നമുക്ക് ജീവിക്കാം. അതെന്റെ ഹൃദയത്തിൽ കൂടെ തുളച്ചു കയറി. ആ വാക്കോടുകൂടി എന്നെ 91 ആ ധ്യാനത്തിന്റെ അസ്വസ്ഥത അവിടെ വെച്ച് വിടാൻ.
ആ വിട്ടതോടുകൂടി ഞാൻ എന്റെ കർത്താവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യാണ്. ജീവിതകാലം മുഴുവനും അങ്ങേക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ 95-ല് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ പാവപ്പെട്ട മക്കള്, ആരുമില്ലാത്ത മക്കള്, അവരെ തളർന്നു കിടക്കുന്നവര്, അങ്ങനെയാണ് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നത്. വഴിയോരത്തുനിന്നൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വേറെ ബൈസ്റ്റാൻഡ്, അതായത് വഴിയിൽ വെച്ചിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് അവര് ഈ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിടും. പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവരെ ആ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒബ്സർവേഷനിൽ നിന്ന് അവർ വാർഡിലോട്ട് മാറ്റുമ്പോൾ അവിടെ അവരെ നഴ്സുമാര് നമ്മളെ ഏൽപ്പിക്കും, ഡോക്ടേഴ്സൊക്കെ പറയും നമ്മളെ ഏൽപ്പിക്കും, അവരെ അധികാരികളെ നമ്മളെ ഏൽപ്പിച്ചു. ചെന്നവരുടെ അവരങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ തുടങ്ങിയോ അതോ കാലക്രമേണാണ്? അത് ആദ്യമേ നമ്മൾ ചെല്ലുമ്പോ എന്തിനാണ് നിങ്ങൾ വന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ 95-ലെ ആ കാലഘട്ടത്തിൽ നമ്മൾ ചെല്ലുമ്പോ പെട്ടെന്ന് ഒരാള് അങ്ങനെ ചെല്ലുമ്പോ പിന്നീടാണ് അന്വേഷിക്കുമ്പോൾ മറ്റൊരു ശുശ്രൂഷകരൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ശുശ്രൂഷകരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ എന്റെ ഈ അസ്വസ്ഥ മാറുന്നത് തന്നെ ഈ ശുശ്രൂഷയിൽ കൂടെയാണ്. അച്ഛന്റെ വാക്കും ഈ ശുശ്രൂഷയും കൂടിയായപ്പോൾ എന്റെ പൂർണ്ണമായിട്ട് വിട്ടുപോയി. അത് പിന്നീട് ഞാൻ അച്ഛനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അച്ഛന് കൂടുതൽ തപസ്സും കാര്യങ്ങളൊക്കെയാണ്. ആ തപസ്സിൽ കൂടെയാണ് നിത്യജീവനിലേക്കുള്ള ആ വഴി മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ടും നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഈ ശുശ്രൂഷ മേൽ കൂടിയും വചനം പറയുവാനും മാത്രമല്ല അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടം. അത് മാത്രമല്ല നിത്യതയിലേക്കുള്ള ഒരു പാതയാണെന്ന് മനസ്സിലാക്കി ഞാൻ ഒരു 10 വർഷത്തോളം കുറ്റിക്കലച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ തപസ്സിന്റെ ശൈലി എങ്ങനെയാണ്? തപസ്സിന്റെ ശൈലി എന്ന് പറഞ്ഞത് കാലത്ത് നമ്മള് 3 മണിക്ക് എഴുന്നേൽക്കണം. 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാതത്തിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ കാലത്ത് കുർബാനയായിരിക്കും, അല്ലെ അച്ഛന്റെ ടോക്കായിരിക്കും. ആ ടോക്ക് ഒരു 5 മണിക്കൂർ 6 മണിക്കൂറോ ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ അച്ഛൻ കുർബാനയാണ്. ആ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചട്ടിയില് ഒരു കഞ്ഞി, പിന്നെ കറിയൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും തോരൻ, എന്തെങ്കിലും പുഴുങ്ങിയതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഉപ്പിട്ട് നമുക്ക് കഴിക്കാം. അത് 12 മണി വരെയാണ്. രാത്രി 12 മണി വരെ അച്ഛന്റെ ടോക്കും കുർബാനയൊക്കെ ആയിട്ട് നിന്നു. ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങള് ചെന്ന ടൈമിലേക്കും അച്ഛന്റെ 9 മണിക്കൂർ കുർബാന, 9-10 മണിക്കൂർ കുർബാന. അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആവും രാത്രി. അത് കഴിഞ്ഞ ഒരു 12 മണിയാകുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ പോയി കിടക്കാൻ പറയും. അപ്പൊ 12 മണി കഴിഞ്ഞ ശേഷം വരും, വീണ്ടും 3 മണിക്ക് മണിയടിക്കും, വീണ്ടും നമ്മൾ തിരിച്ചു വരും. അപ്പൊ അതിൽ കൂടെ ആ 10 ദിവസത്തെ ആ തപസ്സിൽ അങ്ങനെയാണ് ആ തപസ് കടന്നു പോകുന്നത്. നമ്മൾ എന്തെല്ലാം ത്യജിക്കാം, ഒരു പ്രത്യേക ഒരു ശൈലിയിൽ കൂടിയായിരുന്നു അച്ഛന്റെ ധ്യാനം, ആ തപസ്. അപ്പൊ അതിൽ കൂടെ വളരാനായിട്ട് കൂടുതൽ സാധിച്ചപ്പോൾ നമുക്ക് മറ്റുള്ളവർ ഉൾക്കൊള്ളുവാനും നമുക്ക് എങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കാമെന്നും നമുക്ക് അതിൽ കൂടെ ഒരു പ്രചോദനം കിട്ടി. അതും ഇപ്പോ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇതുവരെ അന്ന് 95-ൽ അച്ഛന്റെ തപസ് കൂടിയപ്പോൾ ആ പ്രതിജ്ഞ ചെയ്തതിന്റെ തമ്പുരാനുള്ള വിശ്വസ്തത ഇന്ന് വരെ ദൈവകൃപയാലെ തുടരാൻ സാധിക്കുന്നുണ്ട്. അത് പിന്നീടൊക്കെ മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രചോദനവും ആ സഹായവുമാണ് കൂടുതൽ പ്രാർത്ഥനയില്. ആ കാലഘട്ടത്തിലേക്ക് 6 മണിക്കൂറൊക്കെയും പ്രത്യേകത എന്ന് വെച്ചാല് പിന്നീട് ഈ അച്ഛന്റെ തപസ് കൂടിയപ്പോഴാണ് മനസ്സിലായി, ഈ സാധാരണ നമ്മൾ വീടുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥയാണ്. അപ്പൊ ഞാൻ ചരല് ഒത്തിരി വാരി കൊണ്ടുപോകുന്നുണ്ട്, ചരലില് മുട്ടുകുത്തിട്ടാണ്. അതിപ്പോഴും വീട്ടിലുണ്ട്. ഇപ്പോഴും ചരലില് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാല് എനിക്ക് കൂടുതൽ അപ്പൊ പുലർക്കാലം ഒരു 25 രഹസ്യം നമുക്ക് എനിക്ക് ചെല്ലാൻ അങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയോട് കൂടെ. ഈ ചരലിൽ മുട്ടുകുത്തിയിട്ട് തന്നെ കിടക്കുന്നത് വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ വെച്ച്. അതിപ്പോഴും എനിക്ക് തമ്പുരാൻ എനിക്കൊരു വീട് തന്നിട്ടുണ്ട്. ആ വീട്ടില് 3-ാമത്തെ റൂം മുകളിലാണ്. അത് ഒരു പ്രാർത്ഥന റൂമാണ്. അതൊക്കെ വേണമെന്ന് കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എനിക്കത് കർത്താവ് സാധിപ്പിച്ചു തന്നു. അപ്പോ അതിനുശേഷം ഈ രോഗികളെ 2005 വരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ശുശ്രൂഷ. 2005-ല് മുളകുന്താവ് തൃശ്ശൂരിൽ നിന്നൊരു 14 കിലോമീറ്റർ അകലെ വടക്ക് ഭാഗത്താണ് ഇപ്പൊ മുളകുന്താവും സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിനേക്കാളും വിപുലീകരിച്ചിട്ടാണ്, വലിയ മെഡിക്കൽ കോളേജ്. അപ്പൊ അവിടെ 2-ാം വാർഡിലും 4-ാം വാർഡിലാണ് കൂടുതൽ ശുശ്രൂഷ ആണുങ്ങള്, പുരുഷന്മാരുടെ. 2-ാം വാർഡില് എല്ല് രോഗം, 4-ാം വാർഡിൽ സർജറി ഭാഗം.
അവിടേക്കും ഇതുപോലെ തന്നെ പുറത്ത് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആരുമില്ലാത്ത രോഗികളൊക്കെ കൊണ്ടുവന്ന് അവിടെ കാഷ്വാലിറ്റിയിലിട്ട് പോവും, തൃശ്ശൂരത്തെ പോലെ തന്നെ. പക്ഷെ അവർ ഒബ്സർവേഷനിൽ ഇട്ട് കഴിഞ്ഞാല് നേരെ അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാര് അല്ലെങ്കിൽ ഡോക്ടർമാര് ജോയിച്ചേട്ടന് ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പോ തൃശ്ശൂർ മുളന്തം മെഡിക്കൽ കോളേജ് 2ാം വാർഡിലെ ഒരു 9 പേരോളം ഇപ്പൊ ഉണ്ട്. അപ്പൊ 6 പേരോളം 4ാം വാർഡിലുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഫീമെയിലാണ് അവിടെ, സഹോദരിമാരുടെയാണ് സ്ത്രീകളുടെ, അവിടെ 2-3 പേരോളുണ്ട്. അപ്പൊ സ്ത്രീകളുടെ ഭാഗത്ത് എന്റെ ജീവിത പങ്കാളിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോ ആ ശുശ്രൂഷയില് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന വെച്ചാല് ഒരു തൃപ്തി എന്ന് വെച്ചാല് ഇവരെ ആരുമില്ലാതെ ആർക്കും വേണ്ട, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെ, സമൂഹം വെറുക്കുന്നവരെ, അവരൊക്കെയാണ് ഈ ആക്സിഡന്റ് പറ്റിയിട്ട് കൂടുതൽ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ആർക്കും വേണ്ടാത്തവരെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ ആ വചനം, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ ആ 25-ാം അധ്യായത്തില് 31 മുതൽ അവസാന വിധിയത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ആ വചനത്തില് ഈ എളിയവന് ഒരുവന് ചെയ്തപ്പോഴേക്കും എനിക്ക് തന്നെയാ ചെയ്തത്. അങ്ങനെ കർത്താവ് ആ വചനത്തില് 2 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. ചെയ്തവര്, അപ്പൊ ചെയ്തവരെ കർത്താവ് നിത്യതയുടെ ആ പാതയിൽ കൂടെ നടക്കുന്നവരെ നിത്യതയിലേക്ക് തന്നെ കർത്താവ് എടുക്കുന്നുണ്ട്. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനത്തിൽ വിശ്വസ്തനായതുകൊണ്ട് മറ്റെല്ലാതിനേക്കാളും പൂർണ്ണമായിട്ട് നിത്യ സൗഭാഗ്യത്തിലേക്കും ഇവരെ നിത്യശിക്ഷയിലേക്കും പറഞ്ഞു വെക്കും. അങ്ങനെ ഉള്ള അവസ്ഥയിൽ അപ്പൊ നിത്യശിക്ഷയിലേക്ക് പോകുന്ന വ്യക്തികള്, അതായത് മരണത്തോട്, അതായത് അവർ പല അവസ്ഥകളിൽ പാപത്തിന്റെ അവസ്ഥകളിൽ പോയ വ്യക്തികളാണ് ഈ ആക്സിഡന്റ് പറ്റി വരുന്നത്. അങ്ങനെ നമ്മുടെ ശുശ്രൂഷ കണ്ടുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനും പല വ്യക്തികൾ ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ട്രെയിനില് നിന്ന് വീണിട്ട് 2ാം വാർഡില് വലത്തെ കൈ പോയിട്ട് ഒരു മകൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോ അതിൽ പരിചയമുള്ള ഒരു സിസ്റ്റർ പറഞ്ഞു വെച്ചാല് എന്റെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കള്ളനെന്ന് മുദ്ര കുത്തിയ വ്യക്തിയാണ്. ആത്മഹത്യ ശ്രമിച്ചതായിരിക്കും. ആത്മഹത്യ മാത്രമല്ല, അദ്ദേഹം പോക്കറ്റ് അടിക്കാരനും കൂടിയാ. പക്ഷെ പോക്കറ്റ് അടിക്കാരൻ അദ്ദേഹത്തിനെ പിടിച്ചു എന്നുള്ളതിലെ അവസ്ഥയില് വന്നപ്പോ അദ്ദേഹം ചാടിയതാണ്. പക്ഷെ എന്നോട് അവിടെ ഒരു ജീവനക്കാരി ഒരു സഹോദരി പറഞ്ഞു, ഞാൻ എന്റെ ബന്ധുവാണ്, അദ്ദേഹത്തെ നോക്കേണ്ട കാര്യമില്ല, അദ്ദേഹം കള്ളനാണെന്ന്. അപ്പോ ഞാൻ അവരോടെല്ലാം മറുപടി പറഞ്ഞത്, കള്ളനായാലും ആർക്കും വേണ്ടാത്തവരെയും നമ്മുടെ ഈശോയ്ക്ക് വേണം. അപ്പോ ആ ഈശോ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് 2 കള്ളന്മാരുടെയും നടുക്കിലാണ് കർത്താവ് കിടന്നത്. വലതേ കള്ളനോട് നിനക്ക് ഇപ്പോൾ മുതൽ നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. കർത്താവ് നീ പർദീസയിൽ എത്തുമ്പോ എന്നും കൂടി ഓർക്കണമേ ഒറ്റ വാക്കിലാണ് അവൻ സ്വർഗം സ്വന്തമാക്കി. ഇടതേ ഭാഗത്ത് കിടക്കുന്ന കള്ളന് വേണമെങ്കിൽ സ്വന്തമാക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അവനൊന്നും പറയുന്നില്ല. പക്ഷെ അവൻ കർത്താവിനോടൊന്നും ചോദിച്ചില്ല. എങ്കിലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ്, ആ കർത്താവ് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുമ്പോ നമുക്ക് എന്തുകൊണ്ട് കള്ളൻ എന്ന് മുദ്ര കുത്തിയ വ്യക്തിയെ സ്നേഹിച്ചിട്ട്? കാരണം പൗലോസ്ലീഗ അദ്ദേഹം ഇപ്പൊ സുഖം പ്രാപിച്ചു വരുന്നു. കാരണം കാലത്ത് ആരും കൊടുക്കാനില്ല, ഭക്ഷണം കൊടുക്കാനില്ല. ഞാൻ എന്റെ ജീവിത പങ്കാളി ഭക്ഷണം വെച്ച് കാലത്ത് 500 ഇഡലിയോളം വെച്ച് തരും. അപ്പോ ഈ മക്കൾക്ക് ആദ്യം വിളമ്പി വെച്ചിട്ടാണ് ബാക്കിയുള്ള രോഗികൾക്ക് കൊടുക്കുള്ളൂ. കാരണം ഇവരുടെ പാത്രത്തിൽ നമ്മൾ ആദ്യം കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ എല്ലാ വാർഡിലും ഇവർക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മറ്റുള്ള രോഗികൾക്ക് കൊടുക്കുള്ളൂ, ബൈസ്റ്റാൻഡിന് കൊടുക്കുള്ളൂ. അപ്പൊ ഇവർക്ക് പിന്നെ വാരി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ഒരു കൈയില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല. അതുപോലെ ഒത്തിരി രോഗികളപ്പോ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അവന് ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാല് ഒത്തിരി എന്തോ ഒരു സ്നേഹത്തോടെയാണ് എല്ലാ കാര്യങ്ങളും പറയാ. ചോദിച്ചേട്ടാ എനിക്ക് ബാത്റൂമിൽ പോകണം ചോദിച്ചാ, അപ്പൊ നീ ഈ ഡിസ്ചാർജ് കഴിഞ്ഞാൽ നീ എങ്ങോട്ട് പോകും? പറയുന്ന മറുപടി, ഞാൻ എങ്ങോട്ട് പോകുന്നതാണ് എനിക്കും അറിയില്ല ചോദിച്ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്കൊരു സ്ഥലമുണ്ട്, നിനക്കുണ്ടാക്കാം. അപ്പൊ അവനൊത്തിരി ഒരു സംതൃപ്തി, ഒരു സന്തോഷം, ഒരു ആനന്ദം അവന്റെ മനസ്സിൽ
അതുപോലെ തന്നെ 4-ാം വാർഡിൽ ഇപ്പൊ ഒരു സഹോദരൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ആ സഹോദരനെ ബോംബെയിലെ ഒരു ഡ്രൈവറായിട്ട് ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് പോയതായിരുന്നു. ഇപ്പോ ജൂൺ മാസത്തിലാണ് അദ്ദേഹം ഇവിടെ നാട്ടിൽ വന്നത്. അദ്ദേഹത്തിന്റെ വീട് കോടന്നൂരാണ്. അപ്പൊ കോടന്നൂര് ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ഒരു വിജയൻ എന്ന് പറയുന്ന സഹോദരൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു ശനിയാഴ്ച. അപ്പൊ ഞായറാഴ്ച അദ്ദേഹം കുർബാന കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അവിടെ ഒരു പെങ്ങളുണ്ട്, അടുത്ത ഒരു ബന്ധു ഉണ്ട്. ആ ബന്ധുവിനോട് പോയി ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങള് ബോംബെയിലാണ്, ഗീത എന്ന് പറയുന്ന ഒരു സഹോദരി അവിടെ ബോംബെയിലുണ്ട്. അദ്ദേഹത്തിന് ഇവര് മുഖാന്തരം അവര് ഈ കഴിഞ്ഞ ഞായറാഴ്ച മിനിഞ്ഞാന്ന് അങ്ങോട്ട് വിളിച്ചു ബോംബെക്ക്. എന്റെ നമ്പർ കൂടി കൊടുത്തിട്ടാണ് അവർ. അപ്പൊ ഞായറാഴ്ച അവര് എന്നെ വിളിച്ചു. തങ്കപ്പൻ എന്ന് പറയുന്ന ആള് എന്റെ സഹോദരനാണ്. അങ്ങനെ അവരായിട്ട് സംസാരിച്ചു. അവര് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ പോയതാണ്. അദ്ദേഹം ഒത്തിരി മദ്യം കഴിക്കുന്ന വ്യക്തിയാണ്. മദ്യത്തിന്റെ അടിമയായി. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് 3 വർഷമായി. അതിനുശേഷമാണ് അദ്ദേഹം കൂടുതലും മദ്യത്തിന് അടിമയായത്. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മയും കൂടിയാണ് ബോംബെയിൽ ജീവിച്ചായിരുന്നത്. ഒരു ഫാമിലി ആയിട്ട് ജീവിച്ചായിരുന്നത്. അപ്പൊ അമ്മയും മരിച്ചപ്പോ ആകെ നിരാശയായി അദ്ദേഹം ഇപ്പൊ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു ഞരമ്പ് സൂക്ഷിച്ചു പോവുക. തലേന്ന് ഒരു കാലുമിക്ക് ഒരു ഞരമ്പ് പോകുന്നുണ്ട്. ആ ഞരമ്പ് സൂക്ഷിച്ചു പോകും. അദ്ദേഹം തളർന്നു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ വന്നത്. ആരോ കൊണ്ടാക്കി, കാഷ്വാലിറ്റി കൊണ്ടാക്കി. കാഷ്വാലിറ്റി റിസർച്ച് വിളിച്ച് എന്നെ ഫസ്റ്റ് ദിവസം തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് വിശക്കുന്നു എന്ന് പറഞ്ഞ് 4 ഇഡ്ഡലിയും 2 ഗ്ലാസ് ചായ അദ്ദേഹത്തിന് കൊടുത്തു. പിറ്റേ ദിവസം ഒബ്സർവേഷനിൽ വിട്ട് വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ വാർഡിൽ ഇപ്പൊ നമ്മളാണ്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അദ്ദേഹത്തിനോട് ഞാൻ ഒരു പാട്ട് പാടി ഇങ്ങനെ കൊടുത്തു. സമയമാം സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം കാൺമാനേ ഞാൻ തനിയെ പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ പാട്ട് അറിയാം. അദ്ദേഹം ചേർന്ന് പാടി. പറഞ്ഞു, ചേട്ടൻ ഒരു കാലത്തും ഒരു വിഷമം വിചാരിക്കണ്ട. ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം വാരി കൊടുത്ത്, ചായ കൊടുത്ത്, ഭക്ഷണത്തോടൊപ്പം ജീവിക്കുന്നവനായ ദൈവത്തെ കൂടെ കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്രമത്തിലേക്ക് പോവാം. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ആശ്രമത്തിൽ കിട്ടും. തമ്പുച്ചേട്ടൻ പോരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞ് അദ്ദേഹം തലയാട്ടി. ഈ സാധാരണ എവിടെയൊക്കെ കൊണ്ട് ആക്കുന്നത് എങ്ങനെയുള്ളവര്? നമ്മളിപ്പോൾ കൂടുതൽ നമുക്ക് സഹോദരങ്ങളെ കിട്ടിക്കഴിഞ്ഞാല് തൊടുപുഴ ദിവ്യരക്ഷാലയത്തിലാണ് കൂടുതൽ ഭാഗം നമ്മളവിടെ കൊണ്ടാക്കുന്നത്. പിന്നെ സഹോദരിമാരെ കിട്ടിക്കഴിഞ്ഞാല് നമ്മള് ദൈവദാൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് വടക്കഞ്ചേരിയിലെ ഒരു സെന്റർ ഉണ്ട്. ഈ അമ്മച്ചമാരെയും സഹോദരിമാരെയും കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ അവിടെ കൊണ്ടുപോകുക. അപ്പൊ ഈ കാലഘട്ടത്തില് എത്ര 1000 പേരെ കൊണ്ടാക്കി എന്ന് ചോദിച്ചാല് അത്രയും പേരെ കൊണ്ടാക്കിയിട്ടുണ്ട്. അതിനൊന്നും നമ്മളൊന്നും കണക്ക് വെച്ചിട്ടില്ല. ആഴമേറിയ പ്രാർത്ഥനാനുഭവവും വചനധ്യാനവും ഈ ശുശ്രൂഷകന് കരുത്തു നൽകുന്നു. തിരുവചനത്തിന്റെ ദർശനങ്ങൾ നെഞ്ചിൽ ഒരു നീറ്റലായി മാറിയപ്പോൾ അത് സഹോദരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുന്ന കാരുണ്യമായി ദൈവം ക്രമീകരിച്ചു. തന്റെ ഈ ശുശ്രൂഷകൾക്ക് കരുത്തു നൽകുവാൻ ദൈവം ക്രമീകരിച്ചു നൽകിയ ഈ ആംബുലൻസിൽ സ്നേഹത്തിന്റെ ഒരു സുഗന്ധം ഇവർ വിടർത്തുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസായുടെ ഈ വാക്കുകൾ എപ്പോഴും ഇവരുടെ കാതുകളിൽ മുഴങ്ങുന്നു. അപ്പത്തിനുള്ള വിശപ്പിനേക്കാൾ നീക്കാൻ ഏറെ പ്രയാസമുള്ളതാണ് സ്നേഹത്തിന്റെ വിശപ്പ്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അകത്തളങ്ങളിൽ കാവൽ മാലാഖമാരെ പോലെ ഈ ജീവിതങ്ങൾ വ്യാപരിക്കുന്നു. യഥാർത്ഥത്തില് ആദ്യം ഇതിലേക്ക് വരുന്ന സന്ദർഭത്തില് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും കുടുംബത്തിൽ, പ്രത്യേകിച്ച് നല്ല ഒരു സാമാന്യം തെറ്റില്ലാത്തൊരു ജോലി ഗൾഫിലുണ്ടായിരുന്ന ആളാണല്ലോ. ആ ജോലി വിട്ടപ്പോൾ ജീവിത പങ്കാളിയും ബന്ധുമിത്രാദികളും അയൽവാസികളും ഇടവക്കാരും ഒക്കെ ഇദ്ദേഹത്തോട് യോജിക്കുമായിരുന്നു. വാസ്തവത്തിൽ അതെങ്ങനെ ആ സാഹചര്യത്തെ തരണം ചെയ്തെന്ന് പറയാമോ? ധ്യാനം കൂടിയ ടൈമില് അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷെ ധ്യാനത്തെ വിട്ട് ഈ 95 കാലഘട്ടത്തിൽ ഞാൻ ലീബിന് വന്ന് നേരത്തെ പറഞ്ഞതുപോലെ കുറ്റിക്കലച്ചന്റെ ധ്യാനം കൂടി ഒരു തീരുമാനം എടുത്തു. തീരുമാനം ആരോടും പറയാതെ കർത്താവിനോടാണ് പ്രതിജ്ഞ ചെയ്തത്, കമ്മിറ്റ്മെന്റ്.
പക്ഷെ ഭാര്യയോടോ സ്വന്തം എന്റെ അപ്പനോടോ അല്ലെങ്കിൽ എന്റെ അമ്മയോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഉറ്റവരോടോ അല്ലെങ്കിൽ ആത്മീയ ഏതെങ്കിലും വ്യക്തികളോടൊന്നും ചോദിച്ചിട്ടൊന്നല്ല ആരോടും കൺസൾട്ട് ചെയ്യാൻ കർത്താവ് അനുവദിച്ചില്ല. അനുവദിച്ചില്ല. ഡയറക്റ്റ് ഈ ശുശ്രൂഷയിലേക്ക് കയറി ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ശുശ്രൂഷയാണ് ചെയ്യുന്നത്, ദിവസം പോയിട്ട് ചെയ്യുന്നത് എന്ന് ജീവിതപങ്കാളി മനസ്സിലാക്കിയപ്പോൾ ജീവിതങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്തിട്ടും ഒന്നും വേണ്ട സ്വർഗത്തിലേക്ക് പോകാൻ. ഇത് ചെയ്യാതെ തന്നെ എത്ര ആൾക്കാർ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ എന്റെ ജീവിത പങ്കാളിക്ക് അതിനെ കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടായിരിക്കാം. അന്ന് എത്ര മക്കളുണ്ട്? അന്ന് 2 മക്കളാണ് ആദ്യം വന്നപ്പോ. പിന്നീട് കർത്താവ് പിന്നീട് കുഞ്ഞുങ്ങളെ നൽകി. എത്ര പേരുണ്ടാകെ? ഇപ്പോ 6 ആണും 1 പെണ്ണുണ്ട്. എല്ലാവരും പഠിക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തില് ജീവിത പങ്കാളിയും എന്നേക്കാൾ മുമ്പ് കരിസ്മാറ്റിക്കിൽ കടന്നു വന്നുള്ളതാണ്. ആഗസ്റ്റ് പള്ളിക്കുന്ന് അച്ഛന്റെ ധ്യാനത്തിൽ കൂടെ അവരും അവിടെ അച്ഛനായിട്ട് ഭയങ്കര കണക്ഷനൊക്കെയാണ്. അച്ഛൻ ഇവരെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ കൗൺസിലിങ്ങിനും വചനം പറയുന്ന ബ്രദർ പാപ്പച്ചൻ കൊല്ലത്ത്, ആ ബ്രദറൊക്കെ ആയിട്ട് ഇവര് ഭയങ്കര ബന്ധമാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കെ തന്നെ ജീവിത പങ്കാളിക്ക് ഇത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. അത് ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഈ അനുഭവം ഇത് നമ്മുടെ ഉള്ളിലുണ്ടായ അനുഭവം അതെങ്ങനെ നമുക്ക് ഇപ്പൊ എന്റെ വായിൽ ഒരു കൽക്കണ്ടിട്ടിട്ട് മധുരമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ. അപ്പൊ ഇത് അനുഭവിച്ച ഇത് പ്രാവർത്തികത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ രുചി ഈശോയുടെ പറയാം. പിന്നീട് ഇതിന് വന്നതിന് ശേഷം 3 വർഷം വളരെ ഞെരുക്കത്തിലാണ് കടന്നു പോയത്. ഞെരുക്കെന്ന് പറഞ്ഞാല് ബന്ധുമിത്രാദികൾ വളരെയധികം നമ്മളെ എതിർത്തിട്ടുണ്ട്. അവന് ഈ കൊഴുത്തതിനെയും ചീഞ്ഞതിനെയും പോയി തൊടുക, അതൊരു ഗ്ലൗസ് പോലും വിടില്ല. പിന്നെ മലമൂത്രം വിസർജനം ചെയ്തതിനേക്കും കൊണ്ടുപോയി കുളിപ്പിക്കുക. മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നവരല്ല, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ഇവൻ എന്തൊരു പ്രത്യേകത എന്നെല്ലാം ചോദിച്ചിട്ട് ഒത്തിരി മുറിപ്പുറപ്പും പിറപ്പുറപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് ആരോടും പങ്കുവെക്കാൻ പറ്റാതെ കരഞ്ഞ് ഓടുന്നത് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴാണ് കർത്താവ് ഒത്തിരി സൗഖ്യം തരുക. 5 മണിക്കൂർ 6 മണിക്കൂറോളം ദിവ്യകാരുണ്യത്തിന് പുത്തമ്പള്ളിയിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ തലോടുന്നത് പോലെ, ആശ്വസിപ്പിക്കുന്നത് പോലെ, സമാശ്വാസം തരുന്നത് പോലെ. പക്ഷെ ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവര് പറയുന്നതൊക്കെ മറക്കും. പിന്നെ പുതിയതായി ഓരോ പ്രഭാതം പുതിയതെന്ന് പറയുന്ന പോലെ പുതിയത് പ്രഭാതത്തിൽ ഓടിച്ചെന്ന് കഴിഞ്ഞ് വീണ്ടും ഇവരെ ശുശ്രൂഷ ചെയ്യും. പിന്നീട് ജീവിത പങ്കാളിയോട് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും തൃശ്ശൂർ ഭാഗത്ത് എവിടെയെങ്കിലും ഫ്രിഡ്ജ്, ഞാൻ AC ടെക്നീഷ്യൻ മെക്കാനിക്കാണ്, ഫ്രിഡ്ജ് നന്നാക്കുന്നത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു കടയില് ഫ്രിഡ്ജ് നന്നാക്കുന്ന കടയില് അപ്പൊ ഞാൻ അന്വേഷിക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് പാലക്കാട് ഒരു കമ്പനിയിൽ എനിക്കൊരു നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. പാലക്കാട് നല്ലൊരു കമ്പനി ജോലി കിട്ടി. അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഞാനിങ്ങനെ AC-യുടെ ഒരു കമ്പനിയാണ്, നല്ല ശമ്പളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായി. പക്ഷെ എന്റെ മനസ്സിൽ ആ തീരുമാനം എടുക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പാലക്കാട് ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറയുന്നത്. കാരണം ആ 1 വർഷം ഇവരുടെ എല്ലാം സംസാരങ്ങള് അകലിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു. ഇതിന് പിന്തിരിപ്പിക്കാനായിട്ടുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് കൂടുതൽ ഒന്നുകൂടി കമ്മിറ്റ്മെന്റ്, ഇനി ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കാൻ പോവാണ്. ആ ഉറച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ജീവിത പങ്കാളിയോട്, പാലക്കാട് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ആ കമ്പനി കർത്താവിന്റെ കമ്പനിയായിരുന്നു, അത് AC-യുടെ കമ്പനിയല്ല. അങ്ങനെ ഞാൻ ജീവിത പങ്കാളിയോട് പറയും, ഞാൻ അങ്ങനെ നേരെ പോകുന്നു മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എന്റെ സഹോദരിയുടെ മക്കളൊക്കെ കാണാൻ ഇട വന്നു. അപ്പോ ആന്റി അച്ഛൻ പോകുന്നത് പാലക്കാടല്ല, മുളന്താം മെഡിക്കൽ കോളേജിലേക്കാണ്, തൃശ്ശൂര് മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോ ഇവരിങ്ങനെ പറയാൻ തുടങ്ങി, ഈ പോകുന്നത് ശരിയല്ല, എല്ലാവരും ഒരു തീരുമാനം എടുക്കാം, ഇവന് നമുക്ക് ഇങ്ങനെ പോയി ശരിയാവില്ലല്ലോ, അമ്മയെ നോക്കുന്നില്ല. അവര് തമ്മിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കാര്യം, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് മനസ്സിലേക്ക് ഒരു ആഗ്രഹം, ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചേ. അപ്പൊ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ വാങ്ങിക്കാവുന്നൊരു മനസ്സിൽ വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു.
വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. ഇവൻ ജോലി ചെയ്ത് ജീവിക്കുകയാണ്, നല്ലതാണ്, നല്ല കാര്യമാണ്, ജോലി ചെയ്ത് ജീവിക്കട്ടെ. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോറിക്ഷ വാങ്ങിച്ചു, പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. അതിന് പേരിടാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പേരിടണം. പേരിടാൻ വേണ്ടി ഞാൻ പലരുടെയും അടുത്തേക്ക്, ആത്മീയ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. അവർ പല പേരുകളും പറഞ്ഞു. ദൈവസ്നേഹമാകുന്നു, അല്ലെങ്കിൽ ബെസൈദ, അങ്ങനെയൊക്കെ പേരിടാൻ പറഞ്ഞു. അപ്പോഴതൊന്നും എനിക്കൊരു തൃപ്തിയായില്ല. അങ്ങനെ ഈ പേരിടാനായിട്ട് പിറ്റേ ദിവസം ഇടാനുണ്ട്. തലേ ദിവസം രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞ ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാത്രി 2 മണിയായി കാണും. എന്റെ കാലിൽ ഒരു തട്ട് തട്ടിയിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഭാര്യയെ തട്ടി വിളിച്ചു, എന്താ എന്നെ ഈ നേരത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേ? അപ്പൊ ഞാൻ ഒന്നും വിളിച്ചില്ലല്ലോ, ഞാൻ കിടന്നുറങ്ങല്ലേ. അവിടുന്ന് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ വീണ്ടും എന്നെ ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു തട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇത് ദൈവമേ, ഇത് ഹല്ലേലൂയ, ഇതെന്താണ് ഈ ഹല്ലേലൂയ? അങ്ങനെ ഞാൻ കിടക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് കർത്താവ് ആ വണ്ടിയുടെ കാര്യം, ഈ വണ്ടിക്ക് ഇന്ന പേരിടാനായിട്ട്. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഹല്ലേലൂയാന്ന് ഇട്ടപ്പോ ഒന്നതിന്റെ പുറകെ ഒന്ന് എന്ന് പറഞ്ഞതുപോലെ ആ ഹല്ലേലൂയാന്ന് പേരിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും ആക്ഷേപിച്ച് വിളിക്കാൻ തുടങ്ങി ഹല്ലേലൂയാന്ന്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതെന്താ ഇങ്ങനെ? പറഞ്ഞു, എന്റെ മോനെ, അവര് എന്നെ എന്താണ് വിളിക്കുന്നത്? എന്നെ വിളിക്കുന്നത് ഇപ്പൊ ഹല്ലേലൂയ ജോയി എന്നാണ് വിളിക്കുന്നത്. അപ്പോ അത് എത്രയോ നല്ല കാര്യം, സ്വർഗത്തിലെ മാലാഖമാര് സ്തുതിക്കുന്ന ഒരു വാക്കാണല്ലോ ഹല്ലേലൂയ. അത് ഭൂമിയിൽ വിളിക്കുന്ന എത്രയോ ഭാഗ്യമാണെന്ന് എനിക്ക്. എല്ലാവരും, എല്ലാ ജനതകളും ഒരുപോലെ വിളിക്കുകയാണ് ഹല്ലേലൂയ. ഇപ്പൊ വണ്ടി അവിടെ വന്നു നിർത്തി, ഹല്ലേലൂയ വന്നു. പിന്നെ കളിയാക്കി വിളിച്ചാലും അവര് പറയുന്ന വാക്ക്, അവരതിൽ കൂടെ പറയുന്ന വാക്ക് ഹല്ലേലൂയ. അങ്ങനെ ജോയി ഹല്ലേലൂയ ജോയി. അങ്ങനെയാണ് ഞാൻ ഈ ഹല്ലേലൂയ ജോയി എന്ന് പേര് വീണത്. കർത്താവ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇനിയും മനുഷ്യരെ ഒത്തിരി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പലരെയും ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും തുടരാം ഇതിനെക്കുറിച്ച്. അടുത്ത ആഴ്ചയിൽ ജോയി ചേട്ടനെ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.